ഇറാൻ്റെ ഭീഷണിയിൽ ട്രംപ് ബോധരഹിതനായി. അമേരിക്കയെ വെല്ലുവിളിച്ച് ഇറാൻ്റെ ഡ്രോണുകൾ. നയതന്ത്ര വേദികളെ വിറപ്പിച്ച് ഇറാൻ്റെ കടുത്ത മുന്നറിയിപ്പ്. യുദ്ധം എപ്പോൾ തുടങ്ങണം, എപ്പോൾ അവസാനിപ്പിക്കണമെന്ന് തീരുമാനിക്കാൻ അമേരിക്കയ്ക്കല്ല അവകാശം, അത് ഞങ്ങൾ കൂടി തീരുമാനിക്കുമെന്ന് ഇറാനിൽ നിന്ന് മുഴങ്ങിയ ഈ സന്ദേശം വെറും ഒരു പ്രസ്താവന മാത്രമാണോ, അതോ പശ്ചിമേഷ്യയിലെ അടുത്ത സംഘർഷത്തിൻ്റെ സൂചനയാണോ എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അമേരിക്കയും ഒപ്പം തന്നെ ഇറാനും. അപ്പോൾ ഇവിടെ അമേരിക്കയും ഇറാനും തമ്മിലുള്ള സംഘർഷമെന്ന് പറയപ്പെടുന്ന വീണ്ടും രൂക്ഷമാകുന്ന ഒരു സാഹചര്യത്തിൽ ദേശീയ സുരക്ഷയെയും പരമാധികാരത്തെയും കുറിച്ച് ഇറാൻ സ്വീകരിച്ച പുതിയ നിലപാട് അന്താരാഷ്ട്ര രാഷ്ട്രീയത്തിൽ വലിയ ചർച്ചകൾക്ക് വഴിവെച്ചിരിക്കുന്നു. യുദ്ധത്തിൻ്റെയും സമാധാനത്തിൻ്റെയും സമയം തീരുമാനിക്കുന്നത് അമേരിക്കയല്ല എന്നും അത് ഇറാനിലായിരിക്കുമെന്നും രാജ്യത്തിൻ്റെ ദേശീയ താൽപ്പര്യങ്ങൾ ആവശ്യപ്പെടുന്നിടത്തോളം കാലം പ്രതിരോധം തുടരുമെന്നുമുള്ള ഇറാൻ്റെ പുതിയ പ്രഖ്യാപനം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം വീണ്ടും നിർണായകമായിട്ടുള്ള ഘട്ടത്തിലേക്ക് കടക്കുകയാണ് എന്നുള്ള സൂചനകൾ നൽകുകയാണ്. ഇറാൻ്റെ വിദേശകാര്യ മന്ത്രാലയ വക്താവായിട്ടുള്ള ഇസ്മായിൽ ബഗാഗിയാണ് ജൂലൈ 27 നടന്ന വാർത്താസമ്മേളനത്തിൽ അമേരിക്കയ്ക്കെതിരെ കടുത്ത നിലപാട് വ്യക്തമാക്കിയത്. പാകിസ്ഥാനും ഖത്തറും സംയുക്തമായിട്ട് മുന്നോട്ട് വെച്ച വെടിനിർത്തൽ നിർദ്ദേശത്തെയും ചർച്ചകളിലേക്കുള്ള തിരിച്ചുവരവിനെയും കുറിച്ചുള്ള മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് മറുപടി പറയുന്നതിനിടെയായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രതികരണമെന്ന് പറയപ്പെടുന്നത്. ഇവിടെ വെടിനിർത്തലിനുള്ള ശ്രമങ്ങൾ പുരോഗമിക്കുമ്പോഴും അമേരിക്ക പശ്ചിമേഷ്യയിലേക്ക് ആയുധങ്ങൾ എത്തിക്കുന്നത് തുടരുകയാണ് എന്നുള്ള റിപ്പോർട്ടുകൾ നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് ബഗായിയുടെ പരാമർശങ്ങൾ കൂടുതൽ ശ്രദ്ധേയമാകുന്നത്. ഇറാൻ്റെ പ്രതിരോധ വിദേശ നയ തീരുമാനങ്ങൾ ഒരു വിദേശ ശക്തിയുടെ സമ്മർദ്ദത്തെ അടിസ്ഥാനമാക്കിയല്ല രൂപപ്പെടുന്നത് എന്ന് ബഗായി ഊന്നിപ്പറയുന്നു. ഒപ്പം തന്നെ ദേശീയ സുരക്ഷയും ദേശീയ താൽപ്പര്യങ്ങളും മാത്രമാണ് രാജ്യത്തിൻ്റെ തീരുമാനങ്ങളുടെ അടിസ്ഥാന ഘടകമെന്ന് കൂടി വ്യക്തമാക്കുന്നു. ഇറാൻ്റെ ഭരണ സംവിധാനത്തിനുള്ളിലെ വിവിധ തീരുമാനമെടുക്കൽ സ്ഥാപനങ്ങൾ സംയുക്തമായും വ്യക്തമായിട്ടുള്ള നടപടിക്രമങ്ങളിലൂടെയും ആലോചിച്ച ശേഷമാണ് ഓരോ നിർണായക തീരുമാനവും കൈക്കൊള്ളുന്നത് എന്നുകൂടി പറയേണ്ടിയിരിക്കുന്നു. ഇപ്പോൾ യുദ്ധം അതെപ്പോൾ തുടങ്ങണം, എപ്പോൾ അവസാനിക്കണമെന്ന് തീരുമാനിക്കുവാൻ അമേരിക്കയെ ഞങ്ങൾ ഒരിക്കലും അനുവദിച്ചിട്ടില്ല, ഇനി അനുവദിക്കുകയുമില്ല എന്ന ബഗായിയുടെ പ്രസ്താവനയാണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധ നേടിയത് എന്നുള്ളതാണ്. സ്വന്തം ദേശീയ ആവശ്യങ്ങളും സുരക്ഷയും ആവശ്യപ്പെടുന്നിടത്തോളം കാലം ഇറാൻ സ്വയം പ്രതിരോധം തുടരുമെന്ന് പറയുമ്പോഴും നയതന്ത്ര ദേശീയ താൽപ്പര്യങ്ങളിൽ സംരക്ഷിക്കാൻ ഫലപ്രദമാണെന്ന് വിലയിരുത്തുന്ന സാഹചര്യങ്ങൾ ചർച്ചകൾക്കും ഇറാൻ തയ്യാറാണ് എന്ന് കൂടി കൂട്ടിച്ചേർക്കുകയാണ്. അപ്പോൾ അതിലൂടെ സൈനിക പ്രതിരോധവും നയതന്ത്ര ഇടപെടലും ഒരേ സമയം മുന്നോട്ട് കൊണ്ടുപോകുന്ന സമീപനമാണ് ഇറാൻ സ്വീകരിക്കുന്നത് എന്ന സന്ദേശം കൂടിയാണ് അതിൽ നൽകുന്നത്. അങ്ങനെ അമേരിക്കയുടെയും ഇറാൻ്റെയും ബന്ധം കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി വീണ്ടും കൂടുതൽ സങ്കീർണമായിരിക്കുകയാണ്. ഹോർമൂസ് കടലിടുക്ക്, പശ്ചിമേഷ്യയിലെ അമേരിക്കൻ സൈനിക സാന്നിധ്യം, ഇറാനെതിരെയുള്ള ഉപരോധങ്ങൾ, പ്രാദേശികമായിട്ടുള്ള സായുധ സംഘങ്ങൾക്ക് ഇറാൻ നൽകുന്ന പിന്തുണ തുടങ്ങിയ വിഷയങ്ങൾ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള തർക്കങ്ങൾക്ക് കാരണമായി മാറിയിട്ടുണ്ട് എന്നതാണ്. അപ്പോൾ ഇതിനിടയിൽ പാകിസ്ഥാനും ഖത്തറും വെടിനിർത്തലിനും രാഷ്ട്രീയ ചർച്ചകൾക്കും വേണ്ടിയുള്ള മധ്യസ്ഥ ശ്രമങ്ങൾ ശക്തമാക്കിയെങ്കിൽ കൂടി നിലവിലുള്ള സാഹചര്യം ഇപ്പോഴും അനിശ്ചിതത്വം നിറഞ്ഞതാണെന്ന് പറയാതിരിക്കാൻ കഴിയില്ല. ബഗായിയുടെ പ്രസ്താവനയിൽ മറ്റൊരു ശ്രദ്ധേയമായിട്ടുള്ള കാര്യം എണ്ണയെയും അമേരിക്കയുടെ ആശങ്കകളെയൊക്കെ കുറിച്ചുള്ള പരാമർശമാണ്. അതായത് അമേരിക്കയുടെ ആശങ്കകളല്ല, ഇറാൻ്റെ ദേശീയ ആവശ്യങ്ങളാണ് ഞങ്ങൾക്ക് പ്രധാനപ്പെട്ടത് എന്നായിരുന്നു ഇതിന് പ്രതികരണമായിട്ട് അദ്ദേഹം നൽകിയത്. ഒരു രാജ്യത്തിൻ്റെ ദേശീയ താൽപ്പര്യങ്ങൾ ഒരു ഘടകത്തെ മാത്രം ആശ്രയിച്ച് നിർണ്ണയിക്കപ്പെടുന്നതല്ല എന്നും സുരക്ഷ, സമ്പദ് വ്യവസ്ഥ, പ്രാദേശിക സാഹചര്യം, ജനങ്ങളുടെ താൽപ്പര്യങ്ങൾ തുടങ്ങി നിരവധി ഘടകങ്ങൾ പരിഗണിച്ചാണ് ഓരോ തീരുമാനവും കൈക്കൊള്ളുന്നത് എന്നുകൂടി അദ്ദേഹം പറയുന്നുണ്ട്. അപ്പോൾ ഇറാനിൽ നിന്ന് പുറത്തു വന്ന ഈ പ്രസ്താവന വെറും നയതന്ത്ര പ്രതികരണം എന്നതിലുപരി അമേരിക്കയ്ക്കുള്ള ഒരു രാഷ്ട്രീയ സന്ദേശമായിട്ട് വിലയിരുത്തപ്പെടുന്നു. ഇറാനെതിരെ സമ്മർദ്ദം വർദ്ധിപ്പിച്ചാൽ അതിന് അനുസൃതമായ രീതിയിൽ പ്രതികരിക്കുമെന്ന മുന്നറിയിപ്പ് കൂടി അതിനകത്തുണ്ട്. അതേസമയം ചർച്ചകൾ ദേശീയ താൽപ്പര്യങ്ങൾക്ക് അനുകൂലമാണ് എന്ന് വിലയിരുത്തുന്ന സാഹചര്യത്തിൽ നയതന്ത്ര വാതിലുകൾ അത് പൂർണ്ണമായും അടച്ചിട്ടില്ല എന്ന സൂചന കൂടി ഇറാൻ മുൻപോട്ട് വയ്ക്കുന്നുണ്ട്. പശ്ചിമേഷ്യയിലെ നിലവിലെ സാഹചര്യത്തിൽ ഈ പ്രസ്താവനയ്ക്ക് കൂടുതൽ പ്രാധാന്യമുണ്ട്. അതായത് ഗാസയിലെ യുദ്ധം, ലബനനിലെ സംഘർഷം, ചെങ്കടലിലെയും ഹോർമൂസ് കടലിടുക്കിലെയും സുരക്ഷാ പ്രശ്നങ്ങൾ, അമേരിക്കൻ സൈന്യത്തിൻ്റെ സാന്നിധ്യം എന്നിവ ഇതിനകം മേഖലയിൽ വലിയ അനിശ്ചിതത്വം സൃഷ്ടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്തരമൊരു സാഹചര്യത്തിൽ വലിയ ദേശീയ സുരക്ഷയിൽ വിട്ടുവീഴ്ച ചെയ്യില്ല എന്നും യുദ്ധത്തിൻ്റെയും സമാധാനത്തിൻ്റെയും സമയം മറ്റൊരു രാജ്യം നിർണ്ണയിക്കില്ല എന്നുമുള്ള ഇറാൻ്റെ നിലപാട് പശ്ചിമേഷ്യയിലെ ശക്തി സമവാക്യങ്ങളെ കൂടുതൽ സങ്കീർണമാക്കുന്നു എന്നാണ് അന്താരാഷ്ട്ര നിരീക്ഷകരടക്കം ഇതുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്നത്. അപ്പോൾ അടുത്ത ദിവസങ്ങളിൽ വെടിനിർത്തൽ ശ്രമങ്ങൾ എത്രത്തോളം മുന്നോട്ട് പോകുമെന്നും അമേരിക്കയും ഇറാനും തമ്മിൽ വീണ്ടും നയതന്ത്ര ചർച്ചകളിലേക്ക് മടങ്ങുമോ എന്നും ഒക്കെ ലോകം ഉറ്റുനോക്കുന്നുണ്ട്. എന്നാൽ നിലവിലെ സാഹചര്യത്തിൽ വ്യക്തമായിട്ടുള്ള ഒരു കാര്യമുണ്ട്. ദേശീയ താൽപ്പര്യവും ദേശീയ സുരക്ഷയും മുൻനിർത്തിയുള്ള തീരുമാനങ്ങളിൽ യാതൊരു ബാഹ്യ സമ്മർദ്ദവും അംഗീകരിക്കില്ല എന്നുള്ള സന്ദേശം ഇറാൻ വീണ്ടും ശക്തമായിട്ട് തന്നെ ആവർത്തിച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ നിലപാട് എന്ന് പറയപ്പെടുന്നത് പശ്ചിമേഷ്യയിലെ ഭാവി രാഷ്ട്രീയ
സൈനിക സംഭവ വികാസങ്ങളെ അതിനെ നിർണ്ണയിക്കുന്ന പ്രധാന ഘടകങ്ങളിലൊന്നായിട്ട് മാറുമോ എന്നാണ് ഇനി ലോകം കാത്തിരിക്കുന്ന ചോദ്യം. പക്ഷേ ഈ ചോദ്യങ്ങളൊക്കെ ചോദിക്കുമ്പോഴും ഇറാൻ്റെ ഭീഷണി വരുമ്പോഴുമൊക്കെ അവിടുത്തെ ജനങ്ങളടക്കം സ്തബ്ധരായി പോകുന്നു. ഈ യുദ്ധം വേണ്ടായിരുന്നു എന്ന് ചിന്തിക്കുന്ന വലിയൊരു ഭൂരിപക്ഷം അമേരിക്കയിൽ ഇപ്പോഴുമുണ്ട്, അമേരിക്കക്കാരായിട്ടുണ്ട്. അവർക്കൊരിക്കലും താല്പര്യമില്ലായിരുന്നു ഡൊണാൾഡ് ട്രംപിൻ്റെ ഇത്തരത്തിലുള്ള ഈ യുദ്ധമെന്ന് പറയപ്പെടുന്നത്. ആ യുദ്ധപെറിയന്മാരായിട്ടുള്ള ഈ പറയുന്ന ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രിയാണെങ്കിലും അമേരിക്കയുടെ പ്രസിഡൻ്റാണെങ്കിലും ഒക്കെ അവർ ഈ യുദ്ധത്തിൽ നിന്ന് മാറേണ്ട സമയം കഴിഞ്ഞിരുന്നു. പക്ഷേ പകരം ഇറാൻ്റെ മുമ്പിൽ ഇന്ന് കുനിഞ്ഞു നിൽക്കേണ്ടി വരുന്ന ഒരു ഗതികേടിലേക്ക് ട്രംപ് എത്തിച്ചേർന്നിരിക്കുന്നു. ട്രംപ് ബോധരഹിതനായി പോകുന്ന തരത്തിലേക്കുള്ള വലിയ വെല്ലുവിളി ഇറാൻ ഉയർത്തിയിരിക്കുന്നു, വലിയ ഭീഷണി തന്നെയാണ് ഉയർത്തിയിരിക്കുന്നത്. അമേരിക്കയെ വെല്ലുവിളിച്ചുകൊണ്ട് ഇറാൻ്റെ ഡ്രോണുകൾ ഏത് നിമിഷം വേണമെങ്കിലും പെൻറ്റഗണിലേക്കും വാഷിങ്ടണിലേക്കും ഇടിച്ചു കയറാമെന്നുള്ള തരത്തിലേക്ക് നിലയുറപ്പിച്ചിരിക്കുന്നു.